ഹായ് ഗൈസ്, വെൽക്കം ടു ഡേ 2. അയ്യോ, എണീക്കണം, ഉറക്കം വരിക. ഡേ 2 ബോയ്സ്. നമ്മൾ ഡേ 1 ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഡേ 2 ആണ് അടുത്തത്. ഓക്കെ, അപ്പോൾ എണീറ്റതേ ഉള്ളൂ. ബെഡിൽ തന്നെയാണ് എണീറ്റ് അങ്ങോട്ടോട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഒന്നുമില്ല, എണീക്കട്ടെ. എണീറ്റ് ബ്രഷൊക്കെ തേച്ച് താഴെ പോട്ടെ. ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കുക ഹെൽത്തി ആയിട്ട്? ബ്രൗൺ ബ്രെഡ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് 2 ദിവസം കൂടെ ഉള്ളൂ, അപ്പോൾ അത് കഴിക്കണം. അതാണ് ഒരു സംഭവം. നോക്കാം, നമുക്ക് താഴെ പോയിട്ട് നോക്കാം. ഓക്കെ, ആദ്യത്തെ 1/2 ലിറ്റർ വെള്ളം കുടിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിക്കേണ്ടതെന്ന് കുറേ നേരം ആലോചിക്കുന്നു. സ്റ്റിൽ തിങ്കിങ് എന്താണ് കഴിക്കാമെന്ന്. ഗോതമ്പ് ദോശ കഴിച്ചാലും, ഗോതമ്പാണല്ലോ, കുഴപ്പമില്ലല്ലോ. ഗോതമ്പ് ദോശ കഴിക്കാം. ഗോതമ്പ് ദോശയും 2 ബോയിൽഡ് എഗ്ഗും കഴിക്കാം. അപ്പോൾ പ്രോട്ടീനും മറ്റേതും ബാലൻസ്ഡ് ആവും. ഓക്കെ, ഫൈൻ ടേസ്റ്റ്. ഗോതമ്പ് ദോശ കഴിക്കാം. ഞാൻ മറന്നുപോയി, ഗോതമ്പ് ദോശയ്ക്ക് നമുക്ക് തേങ്ങ വേണം. തേങ്ങ ഇനി എടുത്ത് കൊത്തി അരിഞ്ഞ് മിക്സിയിലടിച്ച് പൊടിയാക്കണം. എന്നിട്ടാണ് അതിൻ്റെ കൂടെ മിക്സ് ചെയ്യേണ്ടത്. വാവ്, ഡബിളത്തെ ടാസ്ക് നമുക്ക് കിട്ടിയിരിക്കുന്നു ഗൈസ്. ഡബിളത്തെ ടാസ്ക് സാരമില്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതും ചെയ്യും. ഓക്കെ, അപ്പം തേങ്ങ റെഡിയാക്കാം. നമ്മൾ തേങ്ങ ഇട്ടു, അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പ് ഇട്ടു. ഇനി യൂഷ്വലി നമ്മൾ ഗോതമ്പ് ദോശയ്ക്ക് പഞ്ചസാര ഇടും. അപ്പോൾ നമുക്ക് പഞ്ചസാര ഇടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഷുഗർ ഫ്രീ ടാബ്ലറ്റ് ഒരെണ്ണം ഇടുമായിരിക്കും. അത്രേ ഉള്ളൂ, ഒരെണ്ണം ഇടുമായിരിക്കും. കാരണം രുചി വേണമല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇത് സെറ്റാക്കട്ടെ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു. നമ്മുടെ കുട്ടനെ പോയി കാണാം, മൂഫി. ഇതുവരെ എന്നെ എണീറ്റിട്ട് ഞാൻ പോയി കണ്ടില്ല. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഇതിലായിരുന്നു. അപ്പം നമുക്ക് അവനെ പോയി കാണാം. ആരാ? എൻ്റെ സുന്ദരനാണല്ലോ ഇത്. ഫുഡൊന്നും കഴിച്ചോണ്ടിരിക്കുവാണേ എൻ്റെ കൊച്ച്. എന്നാ ബാ. അപ്പോഴത്തേക്കും ഞാൻ വന്നിട്ട് എനിക്കൊരു യൂട്യൂബിൽ ഇന്നലത്തെ ഡേ 1 അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാനത് അപ്ലോഡൊക്കെ ചെയ്തു. എന്നിട്ട് ഞാൻ പണിയിലായിരുന്നു കേട്ടോ. അപ്ലോഡ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ പണിയിലായിരുന്നു. ഇപ്പോൾ 11:30 നമ്മൾ 11:30 ഒരു സംഭവം കഴിക്കണമല്ലോ, മാങ്ങ. എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ലൈക്ക് എത്ര കഴിച്ചാലും മടുക്ക് തോന്നി. ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഉള്ളതാണല്ലോ. അപ്പോൾ മാങ്ങ കഴിക്കാൻ കൊതിയാവാണ്. നമുക്ക് മാങ്ങ കഴിക്കാം. ബോട്ടിൽ ഖത്തം ഹോ ഗയാ ഗൈസ്. നമ്മൾ സെക്കൻഡ് ബോട്ടിൽ ഫില്ല് ചെയ്യണം. ഇനി അത് ഫില്ല് ചെയ്ത് സെക്കൻഡ് ബോട്ടിൽ കഴിയണം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് പറയാം. എൻ്റെ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു, ഒരു സ്റ്റോറി, എന്താ പറയുക, ഒരു ഇൻസിഡൻറ്റിൻ്റെ. അപ്പം ഞാൻ അതൊന്ന് എഴുതി നോക്കിയാലോ എന്ന് ആലോചിക്കുക. അപ്പോൾ പ്രൊഡക്റ്റീവായിട്ട് നമുക്കത് തന്നെ ചെയ്യാം. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് പണിയൊക്കെ ചെയ്തു. ഇനി ലഞ്ച് കഴിക്കാൻ സമയമായി.
അപ്പോൾ ലഞ്ച് കഴിക്കുന്നത് ഞാൻ ചപ്പാത്തി തന്നെയാണ് കഴിക്കുന്നത്. കാരണം ചപ്പാത്തിയാണ് ഭയങ്കര ഈസി ടു മേക്കുമാണ്. എനിക്കിഷ്ടമാണ് ചപ്പാത്തി ഭയങ്കരമായിട്ടും. ചപ്പാത്തിയും ചിക്കൻ ബോയിൽഡ് ചിക്കൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതും കേടും തന്നെ ഞാൻ കഴിക്കുന്നുണ്ട് ഉച്ചയ്ക്കത്തെ. ഇന്നലെ കാണിച്ച സെയിം സംഭവം തന്നെയാണ്. അപ്പം ഞാൻ ഉണ്ടാക്കണം കാണിക്കുന്നില്ല, അതിന് വരെ ഞാൻ കഴിക്കുന്ന സമയത്ത് കാണിക്കാം. ഇന്നലെ രാത്രി നമ്മൾ ഇത് തന്നെയായിരുന്നു കഴിച്ചത്. ബിക്കോസ് അത് ഭയങ്കര ഈസി ഉണ്ടാക്കാൻ, ഹെൽത്തിയാണ്, എനിക്കിഷ്ടമാണ്, അതുകൊണ്ടാണ് അത് കഴിക്കുന്നത്. അങ്ങനെ ഒത്തിരി അങ്ങനെ മടുക്കാറില്ല യൂഷ്വലി ചപ്പാത്തി കഴിച്ച്. ഇനി 30 ഡേയ്സ് ഞാൻ മടുക്കുമോ എന്നറിയത്തില്ല. നമുക്ക് എന്തായാലും പോയി ഫുഡ് കഴിക്കാം. അപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഈ മേക്കപ്പൊക്കെ ഇട്ട് കണ്ണൊക്കെ കണ്ടോ, കടക്കട്ടെ, രസമല്ലേ? ബാക്കിൽ എൻ്റെ റൂം ഇട്ട് എനിക്കെൻ്റെ പേടിയാകുന്നു, ഇവിടെ വൃത്തികേടായിട്ട് നടക്കുന്നത്. അപ്പോഴത്തേക്കും ഒരു വീഡിയോ ചെയ്യാനുണ്ടായിരുന്നു, ഹെയർ ബൺസിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ എന്തായാലും കാണും. ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്കും ഓൾറെഡി ആ വീഡിയോ ഇട്ട് കാണും. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി കാണണം. കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ആ വീഡിയോ എടുത്തു കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാനുള്ളത്? ലഞ്ച് കഴിഞ്ഞു, ഇനി വൈകുന്നേരം സ്നാക്കിൻ്റെ സമയമായിട്ടുള്ളൂ. അപ്പം ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം, തമ്പനെയിൽ ഉണ്ടാക്കണം, എല്ലാം ചെയ്യാണ്ട് ഞാൻ ഓടിപ്പോയി ചേട്ടെ. ഹലോ, നമ്മൾ നാപ്പ് എടുത്തിട്ടോ, ഒരു കുഞ്ഞ് നാപ്പ് എടുത്തു, ഒരു ഹാഫ് ആൻ അവർ നാപ്പ്. ഒരു 4 സംതിങ് ആയപ്പോഴാണ് ഞാൻ കടന്നപ്പോൾ 4:30 ഹാഫ് ആൻ അവർ നാപ്പ് എടുത്തു. എണീക്കാണ്. ഇനി പോയിട്ട് നമ്മൾ എന്തെങ്കിലും കഴിക്കണം. എന്താണ് കഴിക്കേണ്ടത്? ഈ വീഡിയോ കാണുന്നവരായിരിക്കും തീറ്റ ഉറക്കം. അതിൻ്റെ ഇടയ്ക്ക് എക്സസൈസ് ചെയ്യുന്നു. അങ്ങനെയല്ല, ഇത് ചാലഞ്ചാണ്. അപ്പോൾ ചാലഞ്ച് നമ്മളെങ്ങനെയൊക്കെ ആയിരിക്കും, ഓക്കെ, അത് മനസ്സിലാക്കണം. അപ്പോൾ എന്തായാലും പോയിട്ട് എന്തെങ്കിലും കഴിക്കട്ടെ. തിരിച്ചേട്ടെ, ഇങ്ങനെ ഇരുന്നോ, ഇങ്ങനെ ഇരുന്നോ. ഇതാരടാ? ഇതാരടാ? സീന 3rd ലിറ്റർ. അപ്പോൾ വി ആർ ബാക്ക് അഗൈൻ. അപ്പോൾ നമ്മൾ ഇനി വർക്കൗട്ട് ചെയ്യാൻ പോകണം. ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. ഞാൻ ചുമ്മാ താഴെ കൂടെ അങ്ങോട്ടോട്ട് കറങ്ങി നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. വെറുതെ കുറേ നേരം മൂവിയുടെ അടുത്ത് കളിപ്പിച്ച് അങ്ങനെ കുറേ നേരം വെറുതെ അങ്ങോട്ടോട്ട് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി എന്ത് വേണം? ഇനി ഇത് വേണം, വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് ആപ്സ് വർക്കൗട്ടാണ് ചെയ്യണത്. അപ്പം 25 മിനിറ്റ് ഒരു എക്സ്പ്രസ് ആപ്പ് വർക്കൗട്ട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് ഓടിപ്പോയി ചെയ്തിട്ട് വരാം. കഴിഞ്ഞു അമ്മേ. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ സ്വിമ്മിങ്ങിന് പോകുന്നു. ഓക്കെ, ഇതായിരിക്കും കേട്ടോ എൻ്റെ 30 ദിവസത്തെ റൂട്ടീൻ. ഇങ്ങനെയായിരിക്കും, എല്ലാ ദിവസത്തെയും സെയിം ആയിരിക്കും. പക്ഷേ ഫുഡ് ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ഞാൻ തന്നെ ഡോക്യുമെൻറ്റ് ചെയ്യുകയാണ് ഞാൻ ചെയ്യണ കാര്യങ്ങൾ. നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മോട്ടിവേഷൻ കിട്ടും ചെയ്യാൻ. ബിക്കോസ് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ആണല്ലോ, ഇങ്ങനെ എടുത്തിടണം എന്നൊക്കെയുള്ള റെസ്പോൺസിബിലിറ്റി വരുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി പഞ്ച്വൽ ആൻഡ് കുറച്ചുകൂടി കൺസിസ്റ്റൻ്റായി ചെയ്യും. അപ്പോൾ എന്തായാലും ഞാനിത് ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇപ്പോൾ വർക്കൗട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ സ്വിമ്മിങ്ങിന് പോകണം. എൻ്റെ അപ്പയും അമ്മയും ഞാനും കൂടെ തന്നെയാണ് ഇന്ന് സ്വിമ്മിങ്ങിന് പോകുന്നത്. പിന്നെ അപ്പോൾ അതിന് മുമ്പ് എനിക്ക് യൂട്യൂബിൽ ചെറിയൊരു പരിപാടിയുണ്ട്, ഒരു തംബ്നെയിൽ ഉണ്ടാക്കാനുണ്ട്. ആ തംബ്നെയിൽ ഉണ്ടാക്കിയ ഒരു സാധനം പോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സ്വിമ്മിങ്ങിന് പോകാം. അപ്പോൾ നമ്മൾ സ്വിമ്മിങ്ങിന് പോവാണ്. അപ്പയും അമ്മയും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ സ്വിമ്മിങ്ങിന് പോട്ടെ, ഞാൻ അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ ഞാൻ തിരിച്ച് കാറിലിരിക്കുന്ന സമയത്ത് ഒരു കുരുവാണോ ഇത്? അപ്പോൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ വാസ് ലൈക്ക്, അമ്മയ്ക്ക് പൊറോട്ട കഴിക്കാൻ തോന്നുന്നു. ഞാൻ ഡയറ്റിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്നായിട്ട് വരും പൊറോട്ട അതൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഡയറ്റ്. അപ്പോൾ അമ്മയാണെങ്കിൽ നീ തന്തൂരി ചിക്കൻ കഴിച്ചോ,
ഇനി ഗ്രില്ല് കഴിച്ചോ, ഗ്രില്ല് ഹെൽത്തി ആണല്ലോ. അപ്പം നമ്മൾ ഓർത്ത് ഓക്കെ. അപ്പോൾ എനിക്ക് കൊതിയായി, എനിക്കങ്ങ് കൊതിയായി. അപ്പോഴത്തേക്കും ഞാനും അപ്പം അമ്മയും കൂടെ ഇപ്പം ഹോട്ടലിൽ പോവാണ്, പുറത്തേക്ക് പോവാണ്. അമ്മയ്ക്ക് പൊറോട്ട കഴിക്കാൻ, ഞാൻ ചപ്പാത്തി ആൻഡ് ഗ്രിൽ കഴിക്കുന്നതായിരിക്കും. എനിക്ക് തന്തൂരി ചിക്കൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ചപ്പാത്തിയും ഗ്രില്ലാണ് കഴിക്കുന്നതായിരിക്കും. അപ്പോഴത്തേക്കും ഞാൻ ഇപ്പോൾ റെഡി ആയിട്ട് ഈ ചേട്ടൻ എനിക്ക് ഉണ്ടാവാൻ മിക്കവാറും തോന്നുന്നു, എന്നെ അറിയത്തില്ല, മനസ്സ് മാറുന്ന പോലെ ഇരിക്കും. എന്നിട്ട് അവിടെ പോട്ടെ, ഹോട്ടലിൽ പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചെത്തി. ഇപ്പോൾ സമയം നല്ല ലേറ്റ് ആയിട്ടോ, 10:15 ഉടനെ കിടന്ന് ഉറങ്ങണം. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കിടന്ന് ഉറങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം. 11 ഒരു 12 കിടന്നിറങ്ങി. 12 ആകുമ്പോഴത്തേക്കും കിടന്നുറങ്ങിയാൽ മതി. കാരണം നമ്മൾ 8:30-9 മണിക്ക് എണീക്കുമ്പോൾ ഒരു 9 മണിക്കൂറോളം ഉറക്കം കിട്ടുമല്ലോ. 12-12:30 മാക്സിമം ആകുമ്പോഴത്തേക്ക് ഇറങ്ങണം. 11 ഇറങ്ങണ്ട. 11 ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ഉറക്കം കൂടിപ്പോൾ. അത്ര ഉറക്കം നമുക്ക് വേണ്ട. അപ്പം ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഇനി കിടക്കാൻ പോവാണ്. എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ട് കിടക്കാനാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് നമ്മുടെ യൂഷ്വൽ പ്രൊസീജിയർ സെക്കൻഡ് ഡേ ടിക്ക് ചെയ്യണ്ടേ. യെസ്. അപ്പോൾ ഗുഡ് നൈറ്റ് ഗൈസ്. നാളെ നമ്മൾ ഡേ 3 ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ പിന്നെ കാണുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ.